മഞ്ജു പിള്ള മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ? ഈ കാണിക്കുന്നത് സ്ത്രീത്വത്തിന് തന്നെ അപമാനമാണ്. ഇതിനൊക്കെ പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായ ചില വാക്കുകളാണിത്. പ്രശസ്ത നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിന്റെ വസ്ത്രധാരണത്തെയും മോഡലിംഗിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒരു വ്ലോഗർ രംഗത്തെത്തിയതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ വിമർശിച്ച വ്ലോഗർക്ക് മലയാളി പ്രേക്ഷകരും മറ്റ് കണ്ടന്റ് ക്രിയേറ്റർമാരും ചേർന്ന് കൊടുത്തത് കണക്കിന് മറുപടിയാണ്. ഒടുവിൽ സൈബർ ആക്രമണം അതിരു കടന്നതോടെ ആ വ്ലോഗർക്ക് തന്റെ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി മാറിയ താരപുത്രിയാണ് മഞ്ജു പിള്ളയുടെയും ഛായാഗ്രഹകൻ സുജിത് വാസുദേവന്റെയും മകൾ ദയാ സുജിത്. ലണ്ടനിൽ ഉപരിപഠനം നടത്തുന്ന ദയ ഒരു പ്രൊഫഷണൽ മോഡൽ കൂടിയാണ്. സൂപ്പർ മോഡലുകളെ വെല്ലുന്ന രീതിയിലുള്ള ഗ്ലാമറസ് ആൻഡ് മോഡേൺ ഫോട്ടോഷൂട്ടുകളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു ആരാധക വൃത്തത്തെ ദയ സ്വന്തമാക്കിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ ട്രെൻഡുകൾ പരീക്ഷിക്കാൻ മടിയില്ലാത്ത ദയ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ട്രാൻസിഷൻ റീൽ വീഡിയോ പങ്കുവച്ചിരുന്നു. വളരെ സ്റ്റൈലിഷും മോഡേണുമായ വസ്ത്രധാരണമായിരുന്നു ഈ വീഡിയോയുടെ പ്രത്യേകത. ഒരു സാധാരണ മോഡലിംഗ് വീഡിയോ എന്നതിലപ്പുറം ഇതിൽ മറ്റ് അസ്വാഭാവികതകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വീഡിയോ ചിലരുടെ സദാചാര കണ്ണുകളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി. ദയയുടെ ഈ വസ്ത്രധാരണത്തെയും ഫാഷനെയും കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ബ്ലോഗറായ ഷെഫീന ബീവി രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളിൽ വഷളായത്. വെറുമൊരു വിമർശനം എന്നതിനപ്പുറം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലായിരുന്നു ഷെഫീനയുടെ വാക്കുകൾ. നെപ്പോ കിഡ് കാണിക്കുന്ന പോക്രിത്തരം എന്ന തംബ്നെയിലോടെയാണ് അവർ വീഡിയോ പങ്കുവച്ചത്. നടി മഞ്ജു പിള്ളയെ നേരിട്ട് ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ഷെഫീനയുടെ ചോദ്യങ്ങൾ. ഒരു മകളല്ലേ ഉള്ളൂ, അവൾക്ക് മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? എന്നും മകളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നും അവർ ചോദിച്ചു. ഇപ്പോഴത്തെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് കാണിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണെന്നും ഈ കാണിക്കുന്നതാണോ ഫെമിനിസം എന്നും അവർ വീഡിയോയിലൂടെ ചോദിച്ചു. ഇതൊന്നും ഫാഷനല്ല, മോഡേണിസം തലയിൽ കയറിയതാണെന്നും സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്നത് പോലെയുള്ള ദയയുടെ വസ്ത്രധാരണം കണ്ടപ്പോൾ തോന്നിയതാണെന്നും ഷെഫീന വാദിച്ചു. ഇതിനെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ആരും ന്യായീകരിക്കേണ്ടതില്ലെന്നും പരസ്യമായി കോലം കെട്ടുന്നതിന് ഇവർക്കെതിരെ പബ്ലിക് ന്യൂസൻസിന് കേസെടുക്കണമെന്നും വരെ ഷെഫീന തന്റെ വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു. എന്നാൽ ഷെഫീന വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ കലാശിച്ചത്. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ജനരോക്ഷമാണ് ഈ ബ്ലോഗർക്കെതിരെ ഉണ്ടായത്. മറ്റൊരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനും അവരെ അധിക്ഷേപിക്കാനും ഷെഫീനയ്ക്ക് എന്താണ് അവകാശമെന്ന ചോദ്യം പരക്കെ ഉയർന്നു. ഈ സ്ത്രീ ഒരു പൊതുശല്യമാണ്. എത്ര സ്ത്രീകളെയാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ മെന്റലി ഹരാസ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കടുത്ത കമന്റുകൾ ഷെഫീനയുടെ പേജിൽ നിറഞ്ഞു. സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്ന പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണമെന്നത് അവളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ദയാ സുജിത്തിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. പ്രമുഖ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസർമാരും ഷെഫീനയുടെ സദാചാരത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് മറുപടി വീഡിയോകൾ ചെയ്തു. ഫാഷനും അശ്ലീലതയും തമ്മിലുള്ള വ്യത്യാസം ബ്ലോഗർക്ക് അറിയില്ലേ എന്നായിരുന്നു പലരുടെയും ചോദ്യം. നാലുപാടു നിന്നും വിമർശനങ്ങളും ട്രോളുകളും കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നതോടെ ബ്ലോഗർ ഷെഫീന ബീവി പൂർണ്ണമായും പ്രതിരോധത്തിലായി. ഒടുവിൽ താൻ പങ്കുവച്ച വിവാദ വീഡിയോ സ്വന്തം പേജിൽ നിന്ന് അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സൈബർ ഇടങ്ങളിൽ സദാചാരം പ്രസംഗിക്കാൻ വരുന്നവർക്ക് മലയാളി പ്രേക്ഷകർ നൽകിയ ശക്തമായ ഒരു തിരിച്ചടി കൂടിയാണിത്. ഓരോ വ്യക്തിക്കും അവരുടെ വസ്ത്രധാരണത്തിനും ജീവിത രീതിക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ കല്ലെറിയാൻ വരുന്നവർക്ക് ഇനിയും സോഷ്യൽ മീഡിയയിൽ ഇടമുണ്ടാകില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ബ്ലോഗറുടെ സദാചാര വിമർശനത്തെക്കുറിച്ചും അതിന് പ്രേക്ഷകർ നൽകിയ മറുപടിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.